ദേശീയ ജനാധിപത്യ സഖ്യം 2047 മുൻപിൽ കണ്ടുകൊണ്ട് രാജ്യം അതിന്റെ 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറെ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരു വിനാശകരമായ മാനിഫെസ്റ്റോയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം ആശ്വാസകരമായ മാനിഫെസ്റ്റോ പുറത്തിറക്കിയപ്പോൾ കോൺഗ്രസ് വിനാശകരമായ മാനിഫെസ്റ്റോയാണ് പുറത്തിറക്കിയത്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നുമില്ല എങ്കിലും ഇടതുപക്ഷവും അവരുടേതായ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രധാന കക്ഷി എന്ന നിലയിൽ CPM-ന്റെ പ്രകടന പത്രികയെ കൂടി ജനങ്ങൾ വിലയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ 3 പ്രകടന പത്രികകളും സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അതിൽ കോൺഗ്രസിന്റേതായ പ്രകടന പത്രികയും CPM-ന്റെ പ്രകടന പത്രികയും ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കാൻ ഉള്ള ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകടന പത്രികയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഏകദേശം 48 പേജുള്ള ന്യായപത്ര എന്ന പേരിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ: മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക വായ്പ, അവർക്ക് തൊഴിൽ പരിശീലനത്തിന് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദ്ധതി, അവരുടെ വിദ്യാഭ്യാസത്തിന് പദ്ധതി, ആരോഗ്യരക്ഷയ്ക്ക് പദ്ധതി എന്നു മാത്രമല്ല, അതിലേറ്റവും കൗതുകകരമായി തോന്നിയത് സർക്കാരിന്റെ പബ്ലിക് വർക്കുകൾ കരാറ് കിട്ടുന്നതിന് മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുപോലും കോൺഗ്രസിന്റെ പത്രികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പബ്ലിക് വർക്ക് കോൺട്രാക്റ്റുകൾ, സ്പോർട്സ്, സ്കിൽ ഡെവലപ്മെന്റ് ഇവയൊക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത്. എന്ന് മാത്രമല്ല, മതന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് പ്രത്യേക വ്യക്തി നിയമം നടപ്പാക്കുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യും. അതേസമയത്ത് CPIM-ന്റെ പ്രകടന പത്രിക അല്പം കൂടി കടന്ന ഒരു പ്രകടന പത്രികയാണ്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് റോളൊന്നും രാജ്യത്ത് നിർവഹിക്കാനില്ല എങ്കിലും അപ്പുറത്തെ വീട്ടിൽ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഒരു ചിരട്ടയെങ്കിലും നാം ഉടയ്ക്കണ്ടേ എന്ന ന്യായം കൊണ്ടായിരിക്കും CPM-ഉം ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അതിലെ പ്രധാന നിർദ്ദേശം എല്ലാം റദ്ദാക്കും എന്നാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, രാജ്യത്തിന്റെ ആണവായുധങ്ങൾ നിർവ്യാപനം ചെയ്യും. രാജ്യത്തിന്റെ ആണവായുധങ്ങൾ നിർവ്യാപനം ചെയ്യും എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. അതോടൊപ്പം തന്നെ പറയുന്നു, CAA പിൻവലിക്കും, UAPA റദ്ദാക്കും, ഗവർണർ പദവി റദ്ദാക്കും, NEP രാജ്യം മുഴുവൻ 2 കൈയും നീട്ടി സ്വീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം റദ്ദാക്കും എന്ന് മാത്രമല്ല, മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പോലും റദ്ദാക്കുമെന്നാണ് CPIM-ന്റെ വാഗ്ദാനം. നമ്മൾ നോക്കൂ, ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. CAA റദ്ദാക്കുമെന്നാണ് CPM-ന്റെ പ്രകടന പത്രിക പറയുന്നത്. അപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം വെള്ളത്തിൽ വരച്ച വരയായി എന്ന് നമുക്ക് മനസ്സിലായി. CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് അവരുടെ പ്രകടന പത്രിക തന്നെ സമ്മതിച്ചിരിക്കുകയാണ്, രാജ്യത്ത് CAA നടപ്പായി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ റദ്ദാക്കുമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തിനാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമൊക്കെ റദ്ദാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത്തരത്തില് രാജ്യത്തെ മുഴുവൻ മതത്തിന്റെ അടിസ്ഥാനത്തില് രാജ്യത്ത് വിനാശകരമായ സാഹചര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പ്രകടന പത്രികയാണ് CPIM പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇത്തരം കള്ളപ്രചരണങ്ങളിൽ വീഴാതെ എന്താണ് ഈ രാജ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുൻപോട്ടേക്ക് വെക്കുന്നത്, ആ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, രാജ്യത്തെ എല്ലാ സീനിയർ സിറ്റിസൺസിനും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകുമെന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം അത് വളരെ രാജ്യത്തിന്റെ തന്നെ സാമൂഹിക ജീവിത ഘടനയെ, രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ അടിമുടി പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് അത്. കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട അവരുടെ റേറ്റ് നോക്കുകയുണ്ടായി. നമ്മളുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏകദേശം 17% ആൾക്കാർ സീനിയർ സിറ്റിസൺസ് ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്, 2023 കണക്ക്. അത് 2036 ആകുമ്പോഴേക്കും 4-1 പേരും സംസ്ഥാനത്ത് സീനിയർ സിറ്റിസൺസ് ആകുമെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ
പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ, ഞാൻ രാജ്യത്തെ മുഴുവൻ പറയുന്നില്ല, കേരള സംസ്ഥാനത്തെ 1/4 ജനങ്ങളെയും ക്രിയാത്മകമായി അവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. അതിൽ പറയുന്നു, ഒരു 65 വയസ്സ് 70 വയസ്സിനും ഇടയിലുള്ള ഒരാൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. ഒരു വർഷത്തേക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ GST അടക്കം 18% GST അടക്കം 33,287 രൂപയാണ് ഒരു പോളിസിക്ക് ചെലവാക്കേണ്ടത്. ഇത് നിങ്ങളുടെ പ്രായം 70 മുകളിലും 75 വയസ്സിനും ഇടയ്ക്കാണെങ്കിൽ GST അടക്കം 38,349 രൂപയും, 76-നും 80-നും ഇടയ്ക്കാണെങ്കിൽ 43,861 രൂപയും, 81-നും 85-നും ഇടയ്ക്ക് പ്രായമാണ് എങ്കിൽ 58,970 രൂപയും, എബോ 85 ഇയേഴ്സ് ആണെങ്കിൽ ഏകദേശം 65,000 രൂപയും ഒരാള് ഇൻഷുറൻസിന് ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ഇത് ഒരു സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ, നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാകാം. ഒരു വീട്ടിൽ 2 പേര്, അച്ഛനും അമ്മയ്ക്കും ഒരു ഇൻഷുറൻസ് വേണമെങ്കിൽ ഏകദേശം 70,000 രൂപ സ്വകാര്യ മേഖലയിൽ ചെലവഴിക്കേണ്ടി വരും. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിയാൽ സൗജന്യമായി നൽകാൻ പോകുന്നത്. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എല്ലാ ജനങ്ങളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന നിയമങ്ങളുള്ളത്. അപ്പൊ ഇതാദ്യമായി, ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇക്കണോമിക് സ്റ്റാറ്റസ് ആണ്, എല്ലാവർക്കും കിട്ടും. മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണെങ്കിൽ ഇനി മുതൽ ഈ രാജ്യത്ത് താമസിക്കുന്ന 60-നോ 65 വയസ്സിനോ മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ ഘടനയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മാറ്റമായിരിക്കും. കാരണം നമുക്കറിയാം, ഒരു കുടുംബത്തിന് പ്രതിവർഷം 70,000 രൂപ ഇൻഷുറൻസിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് ഒരു അസംഭവ്യമായ കാര്യമാണ്. നമ്മളുടെ കേരളത്തിന്റെ സാമൂഹ്യ സർവേ അനുസരിച്ച് ഒരു മലയാളിയുടെ ശരാശരി ശമ്പളം 17,000-നും 18,000-നും ഇടയ്ക്കാണെന്നാണ് ഒരു റഫ് എസ്റ്റിമേറ്റ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് പ്രതിവർഷം 70,000 രൂപ മാറ്റിവെക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ലാത്ത ഒരു കാര്യം. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയുമായി രംഗത്തെത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുമായി സമ്പന്നമാണ് BJPയുടെ പ്രകടന പത്രിക, സങ്കല്പപത്രം എന്ന പേരിൽ പുറത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, യുവാക്കൾ, വനിതകൾ, സാധാരണക്കാര്, കൃഷിക്കാര്, ഈ 4 പേരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പത്രികകളുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും അത് വായിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിരവധി ഇത് താരതമ്യം ചെയ്യാൻ വേണ്ടി പറയാണ് BJP എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ സമീപിക്കുന്നത്. BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്നു, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ എല്ലാ മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ട് 3 ബുള്ളറ്റ് ട്രെയിനുകൾ പുതിയതായി ഓടിക്കും. 2036 ആകുമ്പോഴേക്കും രാജ്യത്ത് ഒളിമ്പിക്സ് നടത്താൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. വന്ദേ ഭാരത് ട്രെയിൻ, അത് സ്ലീപ്പറും ചെയർകാറും മെട്രോയുമായി 3ആയിട്ട് വിഭജിച്ച് വികസിപ്പിക്കും. എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുന്ന യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. ആയുഷ്മാൻ ഭാരത് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകും. അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കും. 3 കോടി പുതിയതായി വീടുകൾ എത്തിക്കും. എല്ലാവരുടെയും കറണ്ട് ചാർജ്, ഇലക്ട്രിസിറ്റി ബില്ല് 0 ആക്കുന്നതിന് ആവശ്യമായ സോളാർ പവർ രാജ്യത്ത് നടപ്പാക്കും. അതോടൊപ്പം തന്നെ 20 ലക്ഷം മുദ്രാ ലോണുകൾ, അത് ഇപ്പൊ 10 ലക്ഷം രൂപയാണ് മുദ്രാ വായ്പ കിട്ടുന്നത്, അത് 20 ലക്ഷം രൂപയാക്കി ഉയർത്തും. അതോടൊപ്പം തന്നെ ശാസ്ത്ര റിസർച്ചിന് വേണ്ടി, ഗവേഷണത്തിന്, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഗവേഷണങ്ങൾക്ക് വേണ്ടി $1 ട്രില്യൺ മാറ്റിവെക്കും. തുടങ്ങി രാജ്യത്തെ ക്രിയാത്മകമായി പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിന് ആവശ്യമായി 2047 ആകുമ്പോൾ ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതം എത്തുന്നതിന് ആവശ്യമായ പദ്ധതികളാണ് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയത്താണ് ഞാൻ പറഞ്ഞ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ 2 പേരുടെ പ്രകടന പത്രികയിലെ ഏതാനും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട്, സംസ്ഥാനത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി ക്രിയാത്മകമായ രാഷ്ട്രീയം മുൻപോട്ടേക്ക് വെക്കുന്ന, രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും ജീവിതത്തെ ക്രിയാത്മകമായി ബാധിക്കുന്ന, സാരമായി അവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ നടപ്പാക്കുന്ന പാർട്ടിയുടെ പ്രകടന പത്രിക വായിച്ചു മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നാണ് ഇത് സംബന്ധിച്ച് പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ